ഷെടാ, ഞാൻ അത് കുറച്ച് നേരത്തെ ചെയ്ത് നോക്കണമായിരുന്നു കേട്ടോ. ഈ റൊട്ടി മേക്കറിൽ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവുന്നു കുറേ കാലം കൊണ്ട് മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നാണ് കേട്ടോ പരീക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിന് ഞാൻ മാവ് എടുത്തിട്ടുള്ളത് സാധാരണ ചപ്പാത്തിയുടെ മാവ് തന്നെയാണ്. 1.5 കപ്പ് പൊടിയിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതേ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഇതിൽ നിന്ന് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലിയൊരു മാവിന്റെ ഉരുള എടുക്കണം. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മാവൊന്ന് മടക്കി എടുക്കണം. അപ്പൊ റൊട്ടി മേക്കർ ഇപ്പോൾ ഓഫിലാണ് കേട്ടോ കിടക്കുന്നത്. ഇത് ഓൺ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഈ മാവിന്റെ ഉരുള വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ പത്തിരി പ്രസ്സിലൊക്കെ അമർത്തിയെടുക്കുന്ന പോലെ ഇതുപോലെ വട്ടത്തിലൊന്ന് അമർത്തിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി വീണ്ടും കുറച്ചും കൂടെ ഓയിൽ തേച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് മടക്കിയെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് പൊടി തൂവി കൊടുത്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ മാവും ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കണം. അതിനുശേഷം റൊട്ടി മേക്കറിലുള്ള ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയത്ത് മാവ് ഇതിന്റെ നടുകിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അത് നല്ല അടിപൊളിയായിട്ട് പരന്ന് വരും കേട്ടോ. ഇനി മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറ്റേ സൈഡിലും ഓയിൽ തൂത്ത് കൊടുക്കുക. ഇനി ഇതിന്റെ ലിഡ് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളി ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പരത്തി ഉണ്ടാക്കുന്നതിന്റെ 4/1 പണിയുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്യാന്. അപ്പൊ റൊട്ടി മേക്കർ ഉള്ള എല്ലാ ഫ്രണ്ട്സിനെയും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ.